താങ്ങാൻ പറ്റിണ്ടാവില്ല. വേറെയൊന്നും എനിക്ക് പറയാം. എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അതാണ് എൻ്റെ കുട്ടി ഇങ്ങനെ എൻ്റെ മുഖം ഓർമ്മ. കുട്ടി ഇത് ചെയ്താഞ്ഞത് എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അത്രത്തെ ഒരു പേർക്ക് ഈ വയസ്സ് വരെ എൻ്റെ കുട്ടി ഒരു ചീത്തപ്പേര് എൻ്റെ കുട്ടി പറയിപ്പിച്ചിട്ടില്ല. ഞാൻ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലുള്ള ചെറിയ ലോറിയിലെ പിക്കപ്പിന്റെ വലിയ സ്ഥാനം അതിലുള്ള ഡ്രൈവറിലെ നേരെ റൈറ്റ് സൈഡിലോട്ട് അയാള് ആ വണ്ടിയിൽ ഇരുന്ന് തുപ്പി. ഒരു വട്ടം അല്ലാതെ 2 വട്ടം. എനിക്ക് ഒരുമാതിരി ദീപകിന്റെ അമ്മ നേരിട്ട് സ്റ്റേഷനിൽ വന്ന് കേസ് കൊടുത്തിരിക്കുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതിന്റെ റിപ്പോർട്ട് കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു രക്തസാക്ഷി ഉണ്ടെങ്കിൽ ഒരു കുറ്റവാളി ഉണ്ടാവണമല്ലോ. ഈ ലോകത്ത് അവൾ എവിടെ ഉണ്ടെങ്കിലും ഏത് കോണിലുണ്ടെങ്കിലും നമ്മുടെ നിയമം അവളെ കണ്ടുപിടിച്ച് തക്കതായ ശിക്ഷ കൊടുക്കണം. വീടില്ല ഇതെന്തായാലും നമ്മളത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. സ്ത്രീയാണെന്നുള്ള ഒരു പരിഗണന കൊടുക്കാതെ ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്നുള്ളൊരു ഉറപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആൾ ഒളിവിലാണ്. FIR ഇട്ടിരിക്കുന്നതും ആത്മഹത്യ പ്രേരണ എന്ന് പറഞ്ഞിട്ടാണ്. 10 വർഷം വരെ തടവിൽ കഴിയേണ്ടി വരും. ജാമ്യമില്ലാ കേസിലാണ് കൊടുത്തിരിക്കുന്നത്. വെൽക്കം ബാക്ക്. ഞാൻ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുത്തിയാണ് ഷിംജിത മുസ്തഫ. അവളുടെ ഉദ്ദേശവും ഇതൊക്കെ തന്നെയായിരുന്നു. ഷിംജിത ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റീച്ച്. ഈ ഒരു റീച്ച് പര്യവസാനിക്കാൻ പോകുന്നത് തടങ്കലിലാണ്. അഴിക്കൊള്ളിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് എത്ര വർഷത്തേക്ക് എന്ന് മാത്രം അറിയേണ്ടത്. ഏകദേശം ഒരു 2020 മുതൽ 2025 വരെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് മെമ്പറായി സജീവ പ്രവർത്തകയായിട്ട് ഈ ഷിംജിത പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ റീൽസ് ഇട്ട് മനുഷ്യരെ കൊല്ലുന്നത് ഇവൾക്കൊക്കെ ഒരു വിനോദമാണ്. ഇതിനു മുമ്പും പലരുടെയും ജീവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അത്തരമൊരു പ്രവൃത്തി ഇവള് ചെയ്തിട്ടുണ്ട്. അതിന്റെ വോയിസ് ക്ലിപ്പാണ് നമ്മൾ സ്റ്റാർട്ടിങ് കേട്ടത്. ഞാൻ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലുള്ള ചെറിയ ലോറിയിലെ പിക്കപ്പിന്റെ വലിയ സ്ഥാനം അതിലുള്ള ഡ്രൈവറിലെ നേരെ റൈറ്റ് സൈഡിലോട്ട് അയാള് ആ വണ്ടിയിൽ ഇരുന്ന് തുപ്പി. ഒരു വട്ടം അല്ലാതെ 2 വട്ടം. എനിക്ക് ഒരുമാതിരി ലോറിക്കാരൻ ലോറി സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ആ ഡോറിന്റെ സൈഡിൽ നിന്ന് താഴേക്ക് തുപ്പിയത്. അത് അവൾക്ക് ഒരുമാതിരി ആയിരുന്നു. 1 വട്ടമല്ല 2 വട്ടം തുപ്പിയത്. എന്താ റോഡിൽ തുപ്പാൻ പാടില്ല. ഒരു സൈഡിലാ തുപ്പിയിരിക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിലല്ല, അവിടെ നിർത്തിയിട്ടാണ് 2 തവണ തുപ്പിയത്. ഇതൊക്കെ വലിയൊരു പ്രശ്നമാക്കി അവള് റീൽ എടുത്ത് അവൾ ഇട്ടിരിക്കുകയാണ്. ഇവളുമാരുടെയൊക്കെ ഉദ്ദേശം എന്തേ ഉള്ളൂ? സോഷ്യൽ മീഡിയയിൽ വൈറലാവാം. സാധാരണ 2 വീലറിലാണ് സഞ്ചരിക്കാറ്. സ്വന്തം വാഹനത്തിൽ പോകുന്ന ഇവൾ റീൽസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ബസ്സിൽ കയറുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പയ്യന്നൂരിൽ നിന്നും ബസ്സിൽ കയറിയ ഇവളുടെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. നിർഭാഗ്യവശാല് അതിൽ പെട്ടുപോയത് ദീപക്കാണ്. ആ തെളിവാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പാറി പറന്ന് നടക്കുന്നത്. റീൽസിന് വേണ്ടി ഒന്ന് വൈറലാവാൻ വേണ്ടി ആരെങ്കിലും എന്നെ ഒന്ന് തൊട്ടൊരുമി ഇരുന്നെങ്കിലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവള് ഓരോ തവണയും ബസ്സിൽ കയറുന്നത്. പയ്യന്നൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം ബസ്സിൽ കയറിന്റെ ഉദ്ദേശവും അതൊക്കെ തന്നെയാണ്. നിർഭാഗ്യവശാല് അവളുടെ വലയിൽ കുടുങ്ങിയത് കോഴിക്കോട് സ്വദേശിയായ ദീപക്കാണ്. വെറും 42 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മനുഷ്യൻ. ഇപ്പൊ കേരളക്കാരെ മാത്രമല്ല, അങ്ങ് കേരളം വിട്ടും ഈ ഒരു വാർത്ത കഴിഞ്ഞു. അവരെല്ലാരും കണ്ടോണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള പീഡന ശ്രമങ്ങളോ അവിടെ നടന്നിട്ടില്ല. ആ മനുഷ്യൻ ഒന്നും അറിഞ്ഞിട്ടില്ല. വെറുതെ യാത്ര ചെയ്യാണ്. അവസാന നിമിഷം വരെ ആ മനുഷ്യൻ ഇവളെ മുട്ടിയിട്ടുമില്ല. പല ആംഗിളിൽ നിന്നും ഇവള് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. മുട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇവളുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് മുട്ടണം, ആരെങ്കിലും ഒന്ന് മുട്ടണം എന്നുള്ളത്. എന്നാൽ ദീപക്ക് തന്നെ മുട്ടണം എന്നുള്ളതായിരുന്നു അവളുടെ ആവശ്യം. മധ്യവയസ്കരൻ പോകുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ചെറുപ്പക്കാരനെ കിട്ടുന്നതല്ലേ എന്ന് കരുതിട്ടാണോ എന്നറിയില്ല. അവള് ദീപകിനെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. അത്രയും നേരം ബസ്സിൽ യാത്ര ചെയ്തിട്ടും അത്രയും നേരം അവള് വീഡിയോ എടുത്തിട്ടും അദ്ദേഹം മുട്ടുന്നുണ്ടായിരുന്നില്ല. ഇറങ്ങുന്ന സമയത്താണ് ചെറുതായിട്ട് അവളുടെ ദേഹത്ത് മുട്ടുന്നത്. അത് അവളോ ദീപകിന്റെ അടുത്ത് പോയി നിന്നത്. ഒരുപക്ഷെ ദീപക് ഈ ഒരു കൃത്യം ചെയ്യാതെ ഇവൾക്കെതിരെ ഒരു കേസ്, മാനനഷ്ട കേസ് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവള് കുടുങ്ങുമായിരുന്നു. കേസ് കൊടുക്കണമെന്ന് തന്നെയാണ് ദീപക് ശനിയാഴ്ച തന്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞത്. പക്ഷെ അതിന്റെ ഇടയിൽ 2 ദിവസമായി ഭക്ഷണങ്ങളില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ആരോടധികം സംസാരിക്കുന്നില്ല. ഒതുങ്ങിയ ഒരു ജീവിതമായിരുന്നു 2 ദിവസം ശനിയാഴ്ചയൊക്കെ ദീപക് വീട്ടിലുണ്ടായിരുന്നത്. ദീപകിന്റെ അമ്മ വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് കേട്ടോ അതൊക്കെ പറയുന്നത്. ശനിയാഴ്ച ഉറങ്ങാൻ കിടന്നു, തിങ്കളാഴ്ച ആവട്ടെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാം. ദീപകിന്റെ ബോസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും അതൊക്കെ തന്നെ പറഞ്ഞത് നമുക്ക് തിങ്കളാഴ്ച ഇത് വെറുതെ വിടണ്ട, തിങ്കളാഴ്ച ആവട്ടെ കേസ് കൊടുക്കാമെന്ന്. എന്തോ ശനിയാഴ്ച രാത്രി അദ്ദേഹം ഈ ഒരു വഴിയാണ് തെരഞ്ഞെടുത്തത്. ഈ വീഡിയോ ഒന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഇത് സ്വാഭാവികമായി സംഭവിച്ചു പോയതാണ്. അവള് ഫോണുമായിട്ട് മുട്ടൊരുമി ദീപികയുടെ അടുത്ത് നിന്നുകൊണ്ട് മാത്രം അവസാന നിമിഷം ആ മനുഷ്യൻ ഇറങ്ങി പോവാണ്. തന്റെ സ്റ്റോപ്പ് എത്തിയപ്പോ ഇറങ്ങി പോകുന്നതിന് മുമ്പ് അറിയാതെ സംഭവിച്ചു പോയതാണ്. നമുക്ക് അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതോ അറിയാതെ സംഭവിക്കുന്നതോ നമുക്ക് അറിയാലോ. അവളുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു, എങ്ങനെയെങ്കിലും റീൽസ് എടുക്കണം, വൈറലാവണം. അരീക്കോട് നാട്ടിലുള്ള ആരോട് ചോദിച്ചാലും എല്ലാവരും പറയും അവള് പൊതുവെ ബസ്സിൽ സഞ്ചരിക്കാറുള്ള ഒരു വ്യക്തിയല്ല. അവളുടെ സ്വന്തം വാഹനത്തിലാണ് സഞ്ചരിക്കുന്നത്. അവള് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഷിംജിത
ബസ്സിൽ കയറുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ വലത് കൈയിലാണ് അവളുടെ കയ്യിൽ ക്യാമറ ഇരിക്കുന്നത്. പിന്നീട് ഇടത് കൈയിലേക്ക് അവൾ ക്യാമറ മാറ്റുന്നു. ഇടത് കൈ പിടിച്ചിട്ടാണ് ദീപക് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ചെറുതായിട്ട് അവളുടെ ദേഹത്ത് മുട്ടിട്ട് അവൾ പറയുന്നത് അവളുടെ ദേഹത്ത് മാന്യമല്ലാത്ത രീതിയിൽ ദീപക് സ്പർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ റീല് വൈറലാക്കുന്നത്. ദീപക് ഇറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഒരു സ്പർശിച്ചു എന്ന് പറയുന്നത്. എന്നാൽ ആ സമയത്ത് ഇവൾക്ക് എന്തെങ്കിലും മുഖഭാവം വേണ്ടേ? അയ്യോ എന്നെ തൊട്ടു, ഒരാള് നമ്മളെ ഇഷ്ടമല്ലാതെ ബസ്സിലൊക്കെ വെച്ച് നമ്മളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെയായിരിക്കും നമ്മുടെ മുഖം ഉണ്ടാവുക? ചിരിച്ചോണ്ടായിരിക്കോ? പക്ഷെ അവള് ചിരിച്ചോണ്ടാ നിൽക്കുന്നേ. അവളുടെ ലക്ഷ്യം എന്താണോ അത് നടന്നു കഴിഞ്ഞു. പക്ഷെ അവൾ ഒരിക്കലും അറിഞ്ഞിട്ടുണ്ടാവില്ല ആ വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന ആ ഒരു സമയമാണ് എന്നുള്ളത് അവള് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ആ പാവം മനുഷ്യർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അവൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഇരയായി മാത്രമേ ആ ഒരു യുവാവിനെ അവൾ കണ്ടിട്ടുള്ളൂ. ഇൻസ്റ്റാ കണ്ടന്റിന് വേണ്ടി അവള് ഒരു ഇരയെ തേടി നടന്നു. പക്ഷെ പാവം ദീപക്കായി പോയി അവളുടെ വലയിൽ കുടുങ്ങി. എന്തായാലും അവൾക്ക് കാര്യം പിടികിട്ടിട്ടുണ്ട്. സമൂഹം ഒരുമിച്ച് നമ്മളെല്ലാവരും ഒന്നിച്ച് ഈ ഒരു വിഷയം ഭയങ്കര കോലാഹലങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ പോലീസിന് നിവൃത്തിക്കെട്ട് കേസെടുക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇതെന്തായാലും ഒരു നടക്കിന് പോവില്ല. പോലീസ് അത് നേരത്തെ കേസെടുക്കേണ്ടതായിരുന്നു. പക്ഷെ പോലീസ് അത് കേസെടുത്തില്ല. ദീപകിന്റെ അമ്മ നേരിട്ട് സ്റ്റേഷനിൽ വന്ന് കേസ് കൊടുത്തിരിക്കുകയാണ്, പരാതി കൊടുത്തിരിക്കുകയാണ്. പോലീസിന് അത് കേസെടുക്കേണ്ടി വന്നു. ഉയർന്ന ഉദ്യോഗസ്ഥരും ഈ കേസിൽ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, മനുഷ്യാവകാശ കമ്മീഷൻ ഇതിന് മുമ്പായിട്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് മാനിച്ച് ഒരാഴ്ചക്കുള്ളിൽ ഇതിന്റെ റിപ്പോർട്ട് കിട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഇതിന്റെ പിന്നിലാണ്. FIR ഇട്ടിരിക്കുന്നതും ആത്മഹത്യ പ്രേരണ എന്ന് പറഞ്ഞിട്ടാണ്. അതായത് 10 വർഷം വരെ തടവിൽ കഴിയേണ്ടി വരും. ജാമ്യമില്ലാ കേസാണ് കേട്ടോ. ജാമ്യമില്ലാ കേസിലാണ് കൊടുത്തിരിക്കുന്നത്. 10 വർഷത്തേക്കാണ് അവൾക്ക്. മിനിമം 10 വർഷമെങ്കിലും അവളെ ജയിലിൽ പോയി. ഈ കേസ് നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിന് പ്രേരിപ്പിച്ചിരിക്കുന്നത്, ഈ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്നത് ഷിംജിത മാത്രമാണ്. PP ദിവ്യ എന്ന കണ്ണിച്ചോരയില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരി നവീൻ ബാബു എന്ന ഡെപ്യൂട്ടി കളക്ടറെ എങ്ങനെയാണോ മരണത്തിലേക്ക് തന്റെ വാക്കുകൾ കൊണ്ട് തള്ളിവിട്ടുവോ അതേ രീതിയിൽ, സമാനമായ രീതിയിൽ തന്നെയാണ് ഷിംജിതയും ദീപകിനെ മരണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. ഷിംജിതയുടെ ഇൻസ്റ്റാ ആർത്തി വൈറൽ ആകണം എന്നുള്ള ഒരു ആർത്തി കൊണ്ടാണ് അവൾ ആ മനുഷ്യന്റെ ജീവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രേരണ അവൾ ചെയ്തിരിക്കുന്നത്. ദീപകിന്റെ അമ്മ നേരിട്ട് പോയി പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി ഞാനിവിടെ സൈഡിൽ വെക്കാം. FIR ഇതാണ്. ഇന്ന് 19/1/2026 K കന്യ വൈഫ് ഓഫ് ജോയി മണത്താഴം എന്നിവർ നൽകിയ പരാതിയിൽ പരാതിക്കാരുടെ മകൻ മരിച്ചത് ഷിംജിത മുസ്തഫ എന്ന സ്ത്രീ സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതുകൊണ്ടാണ് എന്ന് മറ്റുള്ള പരാതിയിൽ ബഹുമാനപ്പെട്ട കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് മേധാവി അവറുകൾ നമ്പർ 3868202026 CC ഡേറ്റഡ് 19/1/2026 നമ്പറായി മെഡിക്കൽ കോളേജ് സബ് ഡിവിഷൻ SP ഓഫീസിലേക്ക് അയച്ചത്. നമ്പർ 04 PTN MCS 26 എന്ന നമ്പർ ഇട്ട് രജിസ്റ്റർ ചെയ്ത നിയമ നടപടിക്കായി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് തപാലായി അയച്ചു കിട്ടിയത് നിയമ നടപടികൾക്കായി FIR രജിസ്റ്റർ ചെയ്തു എന്നും മറ്റും. ഇതാണ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. FIR ഇതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇത് തള്ളിക്കളയാനുള്ള പരിപാടി ഇവർക്കിടയിൽ ഉണ്ടോ എന്നൊന്നും അറിയില്ല. കാരണം വീഡിയോ അത്രമാത്രം പബ്ലിക് ആയതാണ്, എല്ലാവരും കണ്ടതാണ്. അത് ആത്മഹത്യ പ്രേരണയാണ് എന്നുള്ള ഒരു കാരണത്തിൽ യാതൊരു സംശയമില്ല. ഈ വീഡിയോയുടെ ഭാഗമായിട്ടാണ് ആ വ്യക്തി ഈ ജീവൻ ഒടുക്കാനുള്ള കാരണം. ഇത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊന്നും തന്നെ ഇന്നത്തെ മെൻഷൻ ചെയ്തിട്ടില്ല. 108 ഇട്ടിരിക്കുന്നത്. ഒരു 10 വർഷം വരെ ജയിലിൽ കിടക്കാനുള്ള സാഹചര്യം ഉണ്ട്. പോലീസ് ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നിർണായകമാണ്. അതനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. ഇത്രമാത്രം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുള്ള ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു വിഷയം അലസമായിട്ട് നമ്മുടെ പോലീസ് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഒരു സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്ത ഈ ഒരു കേസ് ഇപ്പൊ രാഷ്ട്രീയപരമായിട്ടും പലതരത്തിലുള്ള സപ്പോർട്ട് നേരിട്ട് വന്ന് തന്നെ BJP-കാരാണെങ്കിലും നേരിട്ട് വന്ന് തന്നെ ദീപകിന്റെ വീട്ടിൽ വന്ന് ദീപകിന്റെ അമ്മയ്ക്കും അച്ഛനും വാക്ക് കൊടുത്തിരിക്കുകയാണ്. ഇത് വെറുതെ വിടില്ല. ഇതെന്തായാലും നമ്മളത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചവൾക്ക് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള അത് തന്നെ ആ ഒരു സ്ത്രീയാണെന്നുള്ള ഒരു പരിഗണന കൊടുക്കാതെ ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്നുള്ളൊരു ഉറപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം ചെയ്തപ്പോ ഇവളതൊന്നും ഓർത്തില്ലായിരിക്കാം. പക്ഷെ ഇപ്പോ ആള് ഒളിവിലാണ്. ഷിംജിത ഇപ്പോ ഒളിവിലാണ്. ഈ സംഭവം നടന്ന അന്ന് അവള് വീട്ടിലുണ്ടായിരുന്നോ? ഷിംജിത വീട്ടിലുണ്ടായിരുന്നോ? പക്ഷെ ഇപ്പോ ഷിംജിതയെ കാണുന്നില്ല. വീട്ടിൽ പോയി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത ശേഷം പോലീസ് വീട്ടിൽ വന്ന് അന്വേഷിച്ചപ്പോ ഷിംജിത ഇല്ല, എവിടെയാണെന്ന് അറിയില്ലെന്നാണ് പറയുന്നത് വീട്ടുകാര്. പോലീസ് ഫോൺ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയപ്പോ ഫോൺ എടുക്കുന്നുമില്ല. ഫോണൊന്നും മാത്രമല്ല, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ട് എല്ലാം തന്നെ പ്രൈവറ്റ് ആക്കിയിരിക്കുകയാണ്. ഷിംജിത എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. നീ ഇവിടെ തന്നെ ഉണ്ടോ, കേരളത്തിൽ തന്നെ ഉണ്ടോ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തു പോയോ, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോയോ
എന്നും അറിയില്ല. ഷിംജിത വിദേശത്തും ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് പോകാനുള്ള സാധ്യതകളും കൂടുതലാണ്. കൈപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും, കുറച്ച് ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന ബോധ്യമുള്ള ഷിംജിത ഇപ്പൊ നാട് വിടാനും സാധ്യതയുണ്ട്. നാട് വിട്ടു പോയിട്ടുണ്ടാവാം, എന്തായാലും ഒളിവിലാണ്. കേരളത്തിലാണോ, കേരളത്തിന്റെ പുറത്താണോ, അല്ലെങ്കിൽ പുറത്തേക്ക് വിദേശത്ത് പോയോ, വിദേശത്താണോ ഓൾറെഡി ജോലി ചെയ്തിട്ടുള്ളവളാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഈ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞ വാർത്ത രാവിലെ തന്നെ, ഞായറാഴ്ച രാവിലെ തന്നെ എല്ലാവരും അറിഞ്ഞതാണ്. ആ സമയത്ത് തന്നെ പോലീസ് ഇവരെ പിടിക്കേണ്ടതായിരുന്നു. FIR ഈ അമ്മ വന്ന് കേസ് പരാതി കൊടുത്ത് FIR ഇട്ടതിന് ശേഷമാണ് ഷിംജിതയുടെ വീട്ടിലേക്ക് പോലീസ് പോയി അന്വേഷിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ ആയിരുന്നെങ്കിൽ ഈ കുറ്റവാളിയെ പിടിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ആൾ ഒളിവിലാണ്. ഷിംജിത ഈ വീഡിയോ എടുത്തത് തന്റെ ഫോണിലാണ്, ഷിംജിതയുടെ തന്നെ ഫോണിലാണ്. ഈ ഫോൺ കണ്ടെടുക്കാൻ പറ്റില്ലെങ്കിലും നിർണായകമായ തെളിവ് നഷ്ടപ്പെടുകയാണ്. എങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരുടെയും കയ്യിലേക്ക് ആ വീഡിയോ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. എങ്കിൽ പോലും ഈ ഫോണിലാണ് ഷിംജിത വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, ഈ ഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്, ഈ ഫോണിൽ തന്നെയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോൺ എന്ന് പറയുന്നത് നിർണായകമായിട്ടുള്ള ഒരു തെളിവ് തന്നെയാണ്. ആ ഫോൺ നശിപ്പിച്ച് കളഞ്ഞേക്കാം. രക്ഷപ്പെടാൻ വേണ്ടി പോലീസ് അവസരം ഒരുക്കി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും പോലീസിന്റെ വലയിൽ ഷിംജിത വീഴും. ഇത് സോഷ്യൽ മീഡിയ മാത്രമല്ല, രാഷ്ട്രീയം വരെ ഇടപെട്ടിട്ടുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ഷിംജിതയ്ക്ക് ഇനി ഇതിൽ നിന്നും ഒരു രക്ഷയില്ല. ഈ ഒരു കേസ് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഷിംജിതയെ എതിർത്ത് ദീപകിന്റെ കൂടെ തന്നെ നിൽക്കുന്നവരാണ്. എന്നാൽ ഷിംജിതയെ എല്ലാവരും എതിർക്കണമെന്ന് ചോദിച്ചാൽ ഷിംജിതയെ പോലെ തന്നെ വേവലെങ്ത്തുള്ള കുറച്ച് പേരുണ്ട്. അവരൊക്കെ ഷിംജിതയെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ബാക്കിയുള്ള പേജിലൊക്കെ ഫോളോവേഴ്സ് ഇങ്ങനെ കൂടി സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാണ്. അധികം പേരൊന്നും അല്ല, 1000-2000 പേരൊക്കെ ഈ കടത്തിപ്പെടുന്നവരുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പൊ ആദ്യമായിട്ടല്ലേ ഈ ഒരു സംഭവം നടക്കുന്നത്. ഒരുപാട് പേര് ഇതേപോലെ നാണം കെട്ട് പോയിട്ടുണ്ട്. പലരും റിയാക്ട് ചെയ്തിട്ടുണ്ട്, പലരും വിട്ട് കളഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇവളെ പോലെയുള്ളവര് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ ഒരുപക്ഷെ ശരിക്കും ഇങ്ങനെ നേരിടുന്ന ഒരുപാട് പേരുണ്ട്. അവർ പക്ഷെ ആ സ്ത്രീകൾ നാളെ ശബ്ദമുയർത്തുമ്പോൾ ആ സ്ത്രീകളെയും നമ്മളിൽ ഓരോരുത്തരെയും ഷിംജിതയായിട്ട് ഇവരൊക്കെ കാണുള്ളൂ. ഒരുപക്ഷെ ഞരമ്പ് രോഗികൾ ഉണ്ടായേക്കാം. ആ ഞരമ്പ് രോഗികൾക്കെല്ലാം ഇതൊരു ലൈസൻസ് ആണ്, ഇനി എന്തോ അവർക്ക് ചെയ്യാമെന്നുള്ളത്. പാവപ്പെട്ട സ്ത്രീകൾക്ക് ഒരുപക്ഷെ റിയാക്ട് ചെയ്യാൻ പോലും അറിയാൻ പാടില്ലാത്ത കുറെ പാവപ്പെട്ട സ്ത്രീകളുണ്ടാവും. അവർ ബസ്സിലൊക്കെ തന്നെയായിരിക്കും യാത്ര ചെയ്യുന്നത്. ഇവളെ പോലെയുള്ളവരാണ് അവരുടെ സുരക്ഷിതത്വം പോലും ഇല്ലാതാക്കിയിരിക്കുന്നത്. എല്ലാ സ്ത്രീകൾക്കും ഇവളൊക്കെ വലിയൊരു അപമാനമാണ്. ഷിംജിതക്ക് കിട്ടുന്ന ശിക്ഷ ഒരു പാഠമായി മാറണം. ദീപകിന്റെ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ദീപക് ഒരു രക്തസാക്ഷിയാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സ്ത്രീകളും ഓരോരുത്തരുടെ ജീവൻ വെച്ച് കളിക്കുന്നവരുടെ ഒരു രക്തസാക്ഷി ഉണ്ടെങ്കിൽ ഒരു കുറ്റവാളി ഉണ്ടാവണമല്ലോ. ആ കുറ്റവാളിയാണ് ഷിംജിത. അവള് നാട് വിട്ടുപോയാലും ഈ ലോകത്ത് അവൾ എവിടെ ഉണ്ടെങ്കിലും ഏത് കോണിലുണ്ടെങ്കിലും നമ്മുടെ നിയമം അവളെ കണ്ടുപിടിച്ച് തക്കതായ ശിക്ഷ കൊടുക്കണം. രക്തസാക്ഷി ഉണ്ടായി കഴിഞ്ഞു, അപ്പൊ ഒരു കുറ്റവാളിയും വേണ്ടേ. ഇനി മുന്നോട്ട് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുന്ന ഉള്ളവർക്കൊരു പാഠമായിരിക്കണം. ഇതുപോലെ തന്നെ അശ്ലീല ചോദ്യങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയയിൽ പലരും വരുന്നത്, അതിന് ഉത്തരം പറയാനും അത്തരത്തിലുള്ളവരുണ്ട്. അതെല്ലാം നമ്മൾ ഏറ്റെടുത്ത് റിയാക്ട് ചെയ്യുന്നവരാണ് കുറ്റക്കാര്. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരോ അതിന് ഉത്തരം പറയുന്നവരോ ഒന്നുമല്ല. ആ ഉത്തരം പറയുന്നവരുടെ ജീവിതം എത്രമാത്രം ബുദ്ധിമുട്ടിലാഴുന്നുണ്ടെന്നുള്ളത് ഇവരാരും അറിയുന്നില്ല. അവരെ സംബന്ധിച്ച റീച്ച് മാത്രം മതി. ഈ റീച്ചിന് വേണ്ടി ഓരോരുത്തരും ഓരോന്ന് ചെയ്ത് കൂട്ടുന്നുണ്ട്. അതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മളെ പോലുള്ളവര് മോശം. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ ജീവിതം വെച്ച് അല്ലെങ്കിൽ ജീവൻ വെച്ച് വൈറലാകാൻ നടക്കുന്ന ഓരോരുത്തർക്കും ഇതൊരു പാഠമായി മാറണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ നിൽക്കാം.